സ്വപ്നക്കൂട്, നിന്റെ കാര്യങ്ങളെല്ലാം നീ എന്നോടാണ് ഷെയർ ചെയ്യേണ്ടത്. നിന്റെ ഭർത്താവല്ലേ ഞാൻ. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്തിൽ മറ്റെല്ലാം. നമ്മൾക്ക് രണ്ടാൾക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന സ്വഭാവമാണ് നിന്റേത്. ഇനി നീ അതെല്ലാം മാറ്റണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൾ ഉണ്ടെന്ന് ശിരസനക്കി ഇങ്ങോട്ട് നോക്കി. അവൻ പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തി. ഈ സമയത്തൊന്നും അനാവശ്യമായ വേവലാതികൾ പാടില്ല. നല്ല കുട്ടിയായിട്ട് നല്ല ചിന്തകളോടെ ഇരിക്കണം. പിന്നെ ദീപേച്ചയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അതോർത്ത് നീ വിഷമിക്കണ്ട. എങ്കിൽ നമുക്ക് പോകാം. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. എൻ്റെ വൈശാഖിട്ട്, എനിക്കാണെങ്കിൽ അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യാൻ ഭയങ്കര നാണമാണ്. എന്തിന്? അതിന് കല്യാണം കഴിഞ്ഞ് എൻ്റെ പിറ്റേ മാസമൊന്നുമല്ല നിനക്ക് വിശേഷം ഉണ്ടായത്. 2 വർഷം കഴിഞ്ഞില്ലേ? ഇനി എപ്പോഴാ? എന്നാലും എനിക്കെന്തോ. എന്ത്? നീ മിണ്ടാതിരിക്കും പെണ്ണേ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സന്തോഷം അറിയണമെങ്കിൽ നീ അങ്ങോട്ട് വന്ന് നോക്ക്. അതൊക്കെ ശരിയാ. എങ്കിൽ നീ അടങ്ങിയിരുന്നോളൂ. അമ്മേ, ദേ എടുത്തി വന്നു, ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു. സുമിത്രയപ്പോൾ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കുകയാണ്. ശേഖരനാണെങ്കിൽ ബാങ്കിൽ പോകാനായി ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവർ രണ്ടാളും കൂടി വന്നത്. ലക്ഷ്മിക്കാണെങ്കിൽ ചെറിയ ചമ്മലുണ്ട്. മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി. കാലത്തെ തന്നെ പോന്നൂല്ലേ? ശേഖരനാണെങ്കിൽ അവൾ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു. ഓ അച്ഛാ, അച്ഛൻ എവിടേക്കോ പോകാൻ റെഡിയായി നിൽക്കുവാണല്ലോ. അതേ മോളെ, ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോവാം. അയാൾ കാലൻ കൂടെയുമായി മുറ്റത്തേക്ക് ഇറങ്ങി. അച്ഛാ, ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം. വീണേ, ബൈക്കിൻ്റെ ചാവി ഇങ്ങെടുത്തേ. വേണ്ട വേണ്ട, നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ഉണ്ണിമോളും വീണയും ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് സുമിത്ര ഇങ്ങോട്ട് വന്നത്. ലക്ഷ്മി അവരുടെ അടുത്തേക്ക് ചെന്നു. സുമിത്ര അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് അവർ കരഞ്ഞു. എന്താ ഇത്? അമ്മയ്ക്ക് കരയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ? വീണ അമ്മയെ വഴക്കു പറഞ്ഞു. ശേഖരനാണെങ്കിൽ സുമിത്രയെ നോക്കി പല്ലിഞ്ഞരിച്ചു. നീ എന്തിനടി കരയുന്നത്? മോളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വയ്ക്കേ. അമ്മ ഇങ്ങനല്ലേ അച്ഛാ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും എൻ്റെ അമ്മ കരയും. അത് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. വൈശാഖി വന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. മോള് വാ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. നിന്നെ കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ. സുമിത്ര കണ്ണുകൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. ഓ, ആ പാവം വിജിച്ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഇതിൻ്റെ 4-1 സന്തോഷമില്ലായിരുന്നു. ഉണ്ണിമോളത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. റൂമിലെത്തിയതും വൈശാഖൻ ലക്ഷ്മിയെ വാരിപ്പുണർന്നു. ആദ്യം താൻ അടിച്ച കവളിലാണ് അവൻ ഉമ്മ വെച്ചത്. അതിനുശേഷം അവൻ അവളുടെ വയറിൽ തൻ്റെ അതിരങ്ങൾ ആഴത്തിൽ പൂഴ്ത്തി. ഐ ലവ് യു കുഞ്ഞുലക്ഷ്മി. പെട്ടെന്ന് വന്നേക്കണം കേട്ടോ, അച്ഛയുടെ പൊന്ന്. കാണാൻ തിടുക്കമായി. മതിയേട്ടാ, എഴുന്നേക്ക്. ലക്ഷ്മി അവൻ്റെ ചെവിയിൽ തിരുമ്മി. കണ്ടോ അമ്മയുടെ കുശുമ്പ് കേട്ടോ? നമ്മൾ രണ്ടാളും സംസാരിക്കുന്നതിൻ്റെ കുശുമ്പായി വെക്ക്. അവൻ ഒന്നുകൂടി അവളുടെ വയറിൽ ചുംബിച്ചു. വൈശാഖേട്ട, ഇനി മാസങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും മിണ്ടാനും പറയാനും ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് കിടക്കണം. നീ പോടി, ഞാൻ എൻ്റെ മുത്തിനോടാ മിണ്ടുന്നത്. അതിന് നിനക്കെന്താ? കേട്ടോ കുഞ്ഞുലക്ഷ്മി? അതെ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ കുഞ്ഞുലക്ഷ്മി എന്നുള്ള വിളിയൊന്നും വേണ്ട. നമുക്ക് വേറെന്തെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കണം. അതെന്താ, ഈ പേര് കൊള്ളില്ലേ? ഇല്ല, ഇത് വേണ്ട. വേറെ പേര് മതി. അവൾ ഉറപ്പിച്ചു. ശരി ശരി, എങ്കിൽ വേറെ പേര് കണ്ടുപിടിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ ഏട്ടാ, ഇത് ആൺകുട്ടിയാണെങ്കിലോ? ആണെങ്കിലൊന്നുമില്ല, എനിക്ക് സന്തോഷം. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിന്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ മോളാണ്. അശോകനും ശ്യാമളയും കൂടി 10 മണിയോടുകൂടി ദീപയുടെ അടുത്തെത്തി. ഇന്നലെ തൻ്റെ മുൻപിൽ പൊട്ടിക്കരഞ്ഞിരുന്ന മകളല്ല ഇപ്പോൾ ഇരിക്കുന്നതെന്ന് അശോകന് തോന്നി. അവളുടെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ശ്യാമള കരഞ്ഞപ്പോൾ അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? എൻ്റെ കാര്യം ഓർത്താണോ? ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് കാണിച്ചു. ഈശ്വരൻ ക്ഷമിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. എന്നാലും എൻ്റെ മോളെ, ഒരു നിമിഷം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്. ഈശ്വര, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അമ്മ ഒന്ന് കരച്ചിൽ നിർത്ത്. വെറുതെ ബീപ്പ് കൂട്ടണ്ട. അച്ഛാ, അച്ഛന് ഷോപ്പിൽ പോകേണ്ടതല്ലേ? അച്ഛൻ പോയിട്ട് വന്നാൽ മതി.
ഞാൻ പൊയ്ക്കോളാം മോളെ. ഡോക്ടർ വന്നായിരുന്നോ? എന്തു പറഞ്ഞു? ഡോക്ടർ ഇന്ന് റൗണ്ട്സിന് വന്നില്ല. വരാൻ സമയമാകുന്നതേ ഉള്ളൂ. ഭാരതിയമ്മയെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ, ഞാനുണ്ടല്ലോ ഇന്ന്. ചിലപ്പോൾ ഡോക്ടർ ഒന്ന് വിടുവായിരിക്കും അച്ഛാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾ കൂടി പോകാലോ. രണ്ടാൾക്കും കൂടിയോ? എങ്ങോട്ട്? നീ ഇനി അവിടേക്ക് പോകുന്നില്ല. നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, അശോകൻ കടുപ്പിച്ചു പറഞ്ഞു. അതൊന്നും ശരിയാവില്ല അച്ഛാ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ഇനിയും ഞാൻ അവിടെ നിൽക്കൂ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? നിന്നെ ഞങ്ങൾ ഇനി ഒരിടത്തേക്കും വിടില്ല. ഞങ്ങൾക്ക് ഒരുപാടൊന്നുമില്ല, നിനക്ക് രണ്ടാൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാമേ, പക്ഷെ ഒരു തെറ്റ് സംഭവിച്ചതുപോലെ. ഇനി എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ അച്ഛനും അമ്മയ്ക്കും ആ ഉറപ്പ് തരുന്നു. അപ്പോഴേക്കും ഡോക്ടർ വന്നു. അയാൾ ഡിസ്ചാർജ് ഷീറ്റ് ഒപ്പിട്ട് ഒരു സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു. ഇന്ന് പോകാം കേട്ടോ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അയാൾ പോയി. ദീപേ, നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ. അച്ഛൻ ഞങ്ങളെ രണ്ടാളെയും കൂടി വീട്ടിലൊന്ന് കൊണ്ടുപോയി വിട്ടാൽ മാത്രം മതി. എന്തൊക്കെയോ തീരുമാനങ്ങളുള്ളതുപോലെ അവർക്ക് തോന്നി. പിന്നീട് അവളോട് അവരാരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എങ്കിലും ശ്യാമളയ്ക്കുള്ളിൻ്റെ ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നു. രാജീവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനോ അവൻ്റെ അച്ഛനോ അവിടെ ഇല്ലായിരുന്നു. എൻ്റെ മകളെ ഞാൻ ഭാരതിയമ്മയെ ഏൽപ്പിക്കുകയാണ്. അവൾക്കൊന്നും വരാതെ നോക്കിക്കോണം. ഇറങ്ങാൻ നേരം ശ്യാമള രാജീവിൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു. അങ്ങനെ മകളെ ഭദ്രഗൃഹത്തിൽ കൊണ്ട് വിട്ടിട്ട് അശോകനും ശ്യാമളയും മടങ്ങിപ്പോന്നു. ദീപ തങ്ങളുടെ മുറിയിലേക്ക് കയറി വന്നു. 4 ദിവസം കൊണ്ട് മുറി ആകെ മാറിയിരിക്കുന്നു. രാജീവിൻ്റെ മുഷിഞ്ഞ തുണികളെല്ലാം ആകെ വലിച്ചുവാരിയിട്ടിരിക്കുകയാണ്. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും 1-2 ഗ്ലാസുകളും മേശമേൽ ഇരിപ്പുണ്ട്. ദീപയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അടുത്ത വീട്ടിലെ ഒരു ചേച്ചിയെ അമ്മ സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നെല്ലാം അടിച്ചുവാരി വെടിപ്പാക്കിയിട്ടു. മുഷിഞ്ഞ തുണികളെല്ലാം അവരെടുത്തുകൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിട്ടു. അവരും ഭാരതിയമ്മയും കൂടി ചോറും കറികളുമെല്ലാം ഉണ്ടാക്കി വെച്ചു. വൈകിട്ടായി രാജീവിൻ്റെ അച്ഛൻ വന്നപ്പോൾ. ആ, സുഖവാസമൊക്കെ കഴിഞ്ഞു. എപ്പോ വന്നടി നീയും നിന്റെ മോളും? നിങ്ങൾ പരിഹസിക്കണ്ട. ആ പാവം ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഒന്ന് വിളിച്ചന്വേഷിച്ചോ? എനിക്കത്രയ്ക്ക് സൂക്കേടില്ലായിരുന്നു. നീ അവളെ തിരുവാഭരണം കാക്കും പോലെ അങ്ങ് കൊണ്ടു നടന്നാൽ മതി. അയാൾ മുറിക്കകത്തേക്ക് കയറിപ്പോയി. രാജീവൻ വരുന്ന സമയം കൃത്യമായി പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ സമയമാണ്. ദീപ കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവൻ്റെ കാർ മുറ്റത്ത് വന്നു നിന്നു. ദീപ കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. അവളുടെ നെഞ്ചിരിപ്പിൻ്റെ വേഗം കൂടി. തൊണ്ട വരളുന്ന പോലെ അവൾക്ക് തോന്നി. രാജീവൻ മുറിയിലേക്ക് കയറി വന്നു. ദീപയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു വഷളൻ ചിരിച്ചിരിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ, നീ ചത്തില്ലേടി? കാലിന് പോലും വേണ്ടേ നിന്നെ? ദീപ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഒരു ഉളുപ്പുമില്ലാതെ. ഞാൻ ഓർത്തു നീ തൊലഞ്ഞു പോകുമെന്ന്. അവൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. എന്തായാലും നീ വന്നത് നന്നായി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ ബലമായി അവളെ പിടിച്ച് കട്ടിലിരുത്തി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. ആരുടെ കൂടെ വേണേലും പോകും. ആരും എന്നെ തടയാൻ നിൽക്കണ്ട. എന്നെ നന്നാക്കാനേ ശ്രമിക്കണ്ട. എൻ്റെ വഴിയിൽ തടസ്സമായി ആര് നിന്നാലും അവരെ ഞാൻ എന്തും ചെയ്യാനും മടിക്കത്തില്ല. അതിനൊക്കെ സമ്മതമാണെങ്കിൽ നിനക്കെൻ്റെ വീട്ടിൽ കഴിയാം. നിനക്ക് സമ്മതമാണോടി? അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. അവളുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. പറയടി, ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്ക് സമ്മതമാണ്. നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ എൻ്റെ മരണം വരെ ജീവിക്കത്തുള്ളൂ. അവളുടെ ശബ്ദം വിറച്ചു. ഒരു നിമിഷം രാജീവൻ പതറിപ്പോയി. അവൾ അങ്ങനെ പറയുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എടാ, ബാധിക്ക് നിന്ന് ഭാരതിയമ്മ വിളിച്ചപ്പോൾ രാജീവൻ തിരിഞ്ഞു നോക്കി. ചത്തോന്നു പോലും നീ ഒന്ന് വിളിച്ചു ചോദിച്ചില്ല. നീ താലി കെട്ടിക്കൊണ്ട് വന്നതല്ലേടാ. നിന്റെ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായില്ലേ? എന്നിട്ട് പോലും നീ ഒന്ന് തിരിഞ്ഞു നോക്കിയടാ. നീ എൻ്റെ വയറ്റിൽ ജന്മം കൊണ്ടല്ലോ. അവർ കരഞ്ഞു. അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. നീ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോ മോനെ. രാജീവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഇനി ഇവൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ ഇവളെ തൊട്ടെന്നറിഞ്ഞാൽ
പിന്നെ നീ ജയിലിലായിരിക്കും. ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനമൊന്നും ഇവിടെ പറയണ്ട. ആവശ്യമില്ലാതെ ഞാൻ ഒന്നും സംസാരിക്കില്ല. അത് നിനക്ക് നന്നായി അറിയാലോ. അവർ വന്ന് ദീപയുടെ കയ്യിൽ പിടിച്ചു. നിന്നോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ മോളെ ഇങ്ങോട്ട് വരണ്ടെന്ന്? ഇനിയും വൈകിട്ടില്ല, നീ പൊയ്ക്കോ. ഭാരതിയമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടും ദീപ അവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല. രാജീവൻ അവളെ നോക്കി. അവൾ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണെന്ന് അവന് തോന്നി. ലക്ഷ്മി, നിന്നെ അമ്മ വിളിക്കുന്നു. വൈശാഖം പറഞ്ഞപ്പോൾ വായിച്ചു പഠിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി വേഗം എണീറ്റു. ഡി, ഇനി ചാടി എഴുന്നേക്കാതെ ഒരു മയത്തിലൊക്കെ വേണം കേട്ടോ. ഓ, ഞാനത് മറന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് അവൾ ഓർത്തു. എന്താ അമ്മേ, എന്നെ വിളിച്ചോ? ആ മോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഇതൊന്ന് നോക്കിയേ. അവരുണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. അവൾ ഒരെണ്ണെടുത്ത് രുചിച്ചു നോക്കി. സൂപ്പറാണമ്മേ. അമ്മ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. ഓ, മരുമകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, പിന്നെ എന്തു വേണം? വൈശാഖൻ അമ്മയെ നോക്കി പറഞ്ഞു. ഈ ഏട്ടന് കുശുമ്പാണേ, അതാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഓ പിന്നെ, എനിക്കെന്തിനടി കുശുമ്പ്? ഏട്ടനോടുള്ളതിനേക്കാൾ ഇഷ്ടം ഏട്ടത്തിക്ക് അമ്മയോടാണ്. ആ ഒരു കുശുമ്പാണ് ഏട്ടന്. കറക്റ്റില്ലേ ഏട്ടത്തി? അതെ ഉണ്ണിമോളെ, 100% കറക്റ്റാണ്. ലക്ഷ്മിയും അവളെ പിന്താങ്ങി. ഓ, ഇപ്പോ നമ്മൾ ഒറ്റയായല്ലേ? ഓക്കെ, എങ്കിൽ ഞാൻ പോയേക്കാം. എടാ മോനെ, ഇതാ രണ്ടെണ്ണം കഴിച്ചിട്ട് പോടാ. സുമിത്ര നീട്ടിയ ഉണ്ണിയപ്പവും വാങ്ങി അവൻ വെളിയിലേക്ക് പോയി. മോളെ, സന്ധ്യ ആകുന്നതിന് മുമ്പ് പോയി കുളിച്ചോ കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരും സന്ധ്യ കഴിഞ്ഞാൽ കുളിക്കരുതെന്നാ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ അമ്മേ? ലക്ഷ്മിക്ക് ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നതായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് മോളെ. നാളെ കാലത്തെ വൈശാഖനെ കൂട്ടി ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നൂല് ജപിച്ച് കെട്ടണം. പേടിയൊന്നും തട്ടാതിരിക്കാനാ. അമ്മ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് എഴുതിയെ പേടിപ്പിക്കുക. എഴുതി പോയി കുളിക്ക്, വീണ പറഞ്ഞു. നീ ഒന്ന് പൊടിയുമിണ്ടാതെ, ഞാൻ പേടിപ്പിച്ച് പറഞ്ഞൊന്നുമല്ല. അമ്മേ, എന്നാൽ ഞാൻ പോയി കുളിക്കാം. ഒരു ഉണ്ണിയപ്പം കൂടി എടുത്ത് വായിലേക്കിട്ട് ലക്ഷ്മി അടുക്കളയിൽ നിന്ന് ഇറങ്ങി. ഏടതിക്ക് ഇതൊക്കെ പേടിയായിരിക്കും. അമ്മ വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കല്ലേ. എടി, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. മനസ്സിൽ എന്തെങ്കിലും പേടി തട്ടിയാലോ? അതൊക്കെ വയറ്റിൽ കിടക്കുന്നതിനെ ബാധിക്കുന്നേ. നിന്നോടതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. ആ, അമ്മ എന്തു വേണമെങ്കിലും ചെയ്തു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മായി, ആരും ഇല്ലേ ഇവിടെ? ആരോ വിളിച്ചല്ലോ അമ്മേ എന്ന് പറഞ്ഞ് വീണ വെളിയിലേക്ക് തലയിട്ടു. ആരാ അത്? സുമിത്രയും വാതിക്കലേക്ക് വന്നു. അല്ല, ആരത് ഗിരിജയോ? വാ വാ, കയറി വാ. ശേഖരന്റെ മൂത്ത പെങ്ങളുടെ മകളാണ് ഗിരിജ. ഇടയ്ക്കൊക്കെ ഗിരിജ ഇങ്ങനെ വരുന്നതാണ്. എന്തൊക്കെയുണ്ട് ഗിരിജ വിശേഷം? ഇതെന്താ നേരം പോയി ഇറങ്ങി? ഞാൻ ബിനിയുടെ അടുത്ത് പോകാൻ വന്നതാ അമ്മായി. അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈശാഖന്റെ പെണ്ണ് വിടില്ലേ? കുളിക്കാൻ കയറിയതാ, ഇപ്പൊ വരും. മോളെ വീണേ, നീ ഒരു ചായ എടുത്തേ. അമ്മായി, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മാവൻ പാടത്തേക്ക് പോയി കാണൂല്ലേ? ശേഖരേട്ടൻ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് പോയി, ഇപ്പൊ വരാറായി. പിന്നെ ഇവിടെ ഒരു വിശേഷം ഉണ്ടായി. ഇവിടെ ഒരു കുഞ്ഞുവാവ് വരാൻ പോന്നു. ലക്ഷ്മി മോൾക്ക് 1 മാസമായി. ആണോ? എന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ വൈകിട്ട് അറിഞ്ഞേ. ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതെന്ത് മാങ്ങാപ്പഴമാണ് ഗിരിജേച്ചി? അവർ കൊണ്ടുവന്ന കവറിൽ നിന്ന് ഒരു മാങ്ങാപ്പഴം എടുത്ത് വീണ രുചിച്ചു നോക്കി. അത് ചന്ദ്രക്കാരൻ മാങ്ങയാ. പുളിശ്ശേരി വെക്കാൻ കേമാണ്. അപ്പോഴേക്കും ലക്ഷ്മി കുളി കഴിഞ്ഞിറങ്ങി വന്നു. ആ, ഞങ്ങൾക്കൊക്കെ ചിലവുണ്ട് കേട്ടോ. അമ്മായിക്ക് ഏത് സമയം പ്രാർത്ഥിക്കാൻ ഈ ഒരു ഒറ്റക്കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവളെ കണ്ടത് ഗിരിജ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി എപ്പോ വന്നു? രേണുവിനെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ മേലായിരുന്നോ? ഞാൻ ബിനിയുടെ അടുത്ത് വന്നതാ. അവളുടെ അമ്മായിമ്മ വീണ് കിടപ്പിലായി. അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാ. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് കയറാന്ന് കരുതി. ഉണ്ണിയപ്പവും ചായയൊക്കെ കഴിച്ച് സൊറ പറഞ്ഞിരിക്കുവാണ് ഗിരിജ. വൈശാഖിന് പോലീസ് കിട്ടിയല്ലേ, ഇനി ട്രെയിനിങ്ങിനൊക്കെ പോകണ്ടേ? പോണം. അവനിനി അതിൻ്റെ പുറകെ ഒക്കെ നടക്കണം. വൈശാഖൻ ഇവിടെ ഇല്ലേ? വന്നിട്ട് കണ്ടില്ല. ഏട്ടൻ ആരെയോ കാണാൻ പുറത്തു പോയതാ, ഇപ്പൊ വരും. കുറച്ച് സമയം കൂടി എല്ലാവരോടുമായി വർത്താനം പറഞ്ഞിരുന്ന് ഗിരിജ യാത്ര പറഞ്ഞു പോയി. അമ്മേ, നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ലക്ഷ്മി ഒരു മാമ്പഴം ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അതിനെന്താ മോളെ, നമുക്കിപ്പം തന്നെ ഉണ്ടാക്കാം. വീണേ, കുറച്ച് ശർക്കര ചീകിയെടുത്ത് പാനിയാക്കടി എന്ന് പറഞ്ഞ് സുമിത്ര 7-8 മാങ്ങ എടുത്ത് കഴുകി
തൊലി കളഞ്ഞു വെച്ചു. അപ്പോഴേക്കും ലക്ഷ്മി പതിയെ എഴുന്നേറ്റ് സുമിത്രയുടെ അരികെ വന്നു. അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മാമ്പഴം ആവി കയറ്റാൻ വെക്കുവാണ് സുമിത്ര. ഇത് ആവി വന്ന ശേഷമാണോ അമ്മേ ശർക്കരപ്പാനി ഒഴിക്കുന്നത്? അതേ മോളെ. എന്നിട്ട് ഈ ശർക്കര നീരിൽ ഈ മാമ്പഴം വഴറ്റിയെടുക്കണം. അതെയോ, ഈ രീതിയിലാണല്ലേ അമ്മ വെക്കുന്നത്? ശ്യാമളമ്മ ഇങ്ങനെ അല്ല വെക്കുന്നേ. ഏടത്തി ഇതൊന്ന് കൂട്ടി നോക്കിയേ, സൂപ്പറാ. അമ്മയുടെ സ്പെഷ്യലാണ് ഈ പുളിശ്ശേരി. എങ്ങനെയാണമ്മേ, നോക്കട്ടെ. മാമ്പഴം ശർക്കരപ്പാനിയിൽ കിടന്ന് തിളച്ചു മറിഞ്ഞു. അത്രയ്ക്കൊന്നും ഇല്ല മോളെ. ഈ മാമ്പഴം ഇതിൽ കിടന്ന് നന്നായി വരണ്ടു വരണം. അപ്പോഴേക്കും കുറച്ച് നാളികേരവും ഇത്തിരി തൈരും ഒരു പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി അരച്ചെടുക്കുക. അപ്പൊ ചുവന്നുള്ളിയും ജീരകമൊന്നും വേണ്ടേ? ഒന്നും വേണ്ട. ഈ 4 കൂട്ടവും കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ദേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സുമിത്രയാണെങ്കിൽ അരച്ച കൂട്ടൊഴിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയുള്ളൂ അമ്മേ? ഇത്രയുമല്ല, ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ചീനച്ചട്ടി സുമിത്ര അടുപ്പത്തേക്ക് വെച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടു. ആ മണം അടിച്ചപ്പോൾ തന്നെ കറിയുടെ രുചി എന്തായിരിക്കുമെന്ന് ലക്ഷ്മി ഊഹിച്ചു. 5 മിനിറ്റ് കൂടി ഇതിങ്ങനെ മൂടി വെക്കണം, എന്നിട്ടേ തുറക്കാവൂ. അമ്മ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അമ്മമ്മയുടെ കൈപ്പുണ്യം അപാരമായിരുന്നു ഏട്ടത്തി. അമ്മമ്മ മോര് കാച്ചുമ്പോൾ ആ മണം അടിച്ചാൽ മതിയായിരുന്നു, ഒരു പറ ചോറിനാനെന്നാ എല്ലാവരും പറയുന്നേ. അവൾ പറഞ്ഞു നിർത്തി. തുടരും.